പണ്ടൊന്നും സഞ്ജു ഇത്രയും മികവിൽ കളിക്കാറില്ല. എന്നാൽ ഇപ്പോൾ സഞ്ജു ഈസി ആയിട്ടാണ് സെഞ്ചുറികൾ വാരിക്കൂട്ടുന്നത്. ഒരിക്കലും ഒരു താരത്തിനും ഇത് സാധിക്കില്ല. ഒരു കലണ്ടർ വർഷത്തിൽ 3 സെഞ്ചുറി, അതും T20യിൽ. സഞ്ജുവിൻ്റെ പേരിൽ മാത്രമാണ് ഈ റെക്കോർഡ്. ഇപ്പോഴത്തെ കോച്ച് ഗൗതം ഗംഭീർ സഞ്ജുവിൻ്റെ രഹസ്യതന്ത്രം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഗംഭീർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത്രയും പെട്ടെന്ന് സഞ്ജു T20യിൽ 3 സെഞ്ചുറി അടിച്ചു. എന്താണ് സഞ്ജുവിൻ്റെ രഹസ്യതന്ത്രം? ഇപ്പോഴത്തെ കോച്ച് ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സഞ്ജുവിൻ്റെ പൊസിഷൻ തന്നെയാണ് മെയിൻ കാരണം. സഞ്ജുവിനെ ഞങ്ങൾ കളിക്കാൻ അവസരം കൊടുത്തു. സഞ്ജുവിനെ ബാറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല പൊസിഷൻ ഓപ്പണിംഗ് ആണ്. 5-മതും 6-മതും ഇറങ്ങിയാൽ സഞ്ജുവിന് ഒരിക്കലും കരിയറിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സഞ്ജു മികച്ചൊരു പ്ലെയറാണെന്ന് എനിക്കറിയാം. ഒരു ടച്ച് കിട്ടിയാൽ പിന്നെ സഞ്ജുവിനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. അത് മനസ്സിലാക്കിയാണ് ഞാൻ സഞ്ജുവിനെ ഓപ്പണിംഗിൽ പ്ലേസ് ചെയ്തത്. ആ തീരുമാനം ശരിയാവുന്ന വിധത്തിലായിരുന്നു സഞ്ജുവിൻ്റെ പ്രകടനം. അതുപോലെ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലി ഞാൻ മാറ്റിയിട്ടുണ്ട്. സഞ്ജു എപ്പോഴും വിക്കറ്റുകൾ വലിച്ചെറിയുന്നുണ്ട്. ആ രീതി മാറ്റണമെന്ന് ഞാൻ അവനോട് ആവശ്യപ്പെട്ടു. ആദ്യം നീ കുറച്ച് ബോളുകൾ ഫേസ് ചെയ്ത് തൻ്റെ സ്ഥാനം അവിടെ ഉറപ്പിക്കണം. അതിനുശേഷം മാത്രമേ അടിച്ചു കളിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉപദേശം അവൻ അതുപോലെ തന്നെ നിർവഹിച്ചു. അതുകൊണ്ടാണ് സഞ്ജുവിന് കരിയറിൽ സക്സസ് ഉണ്ടായത്. ഇനി അങ്ങോട്ട് സഞ്ജു ഇതേ കളി ആവർത്തിക്കട്ടെ എന്ന് ഗൗതം ഗംഭീർ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. സഞ്ജു അങ്ങനെ 3 സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. ഇനി സഞ്ജുവിനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. സഞ്ജു ഓരോ ദിവസം കഴിയുന്തോറും മികച്ച രീതിയിലാണ് കളിച്ചു വരുന്നത്. സഞ്ജുവിൻ്റെ കരിയർ ഗ്രോത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് സെഞ്ചുറികൾ സഞ്ജു വാരിക്കൂട്ടും. ഇനി ഈ വർഷം സഞ്ജുവിന് T20 ഇല്ല. അടുത്ത ജനുവരിയിലാണ് T20 സീരീസ്. അതുവരെ സഞ്ജു കാത്തിരിക്കണം. എന്തായാലും സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലി മാറിയത് സഞ്ജുവിന് ഗുണകരമായിരിക്കുകയാണ്. ആദ്യം തന്നെ നന്ദി പറയേണ്ടത് കോച്ച് ഗംഭീറിനോടാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.